വാശിയേറിയ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുന്ന തൃശൂരിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പത്മജ പ്രചാരണത്തിന് തുടക്കമിട്ടിരുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് നേടാനാകുമെന്നും വിജയിക്കാൻ സാധിക്കുമെന്നും പത്മജ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തൃശ്ശൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് പൂർത്തീകരിച്ചത്. പക്ഷേ ബി.ജെ.പി സ്ഥാനാർത്ഥി ആരാണെന്നുള്ള കാര്യം ആദ്യം പുറത്തുവിട്ടതും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് മലയാളമാണ്. ആ വാർത്ത വന്നതിന് പിന്നാലെ അനൌദ്യോഗികമായിട്ടുള്ള പ്രചാരണത്തിന് സ്ഥാനാർത്ഥി തുടക്കം കുറിച്ചു. ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം പൂർത്തിയായതോടുകൂടി വിവിധ വ്യാപാര സ്ഥാപനങ്ങളും മറ്റും കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. പത്മചേച്ചി നമ്മളോടൊപ്പം ചേരുകയാണ്. എത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണ് തൃശ്ശൂരിലെ ഈ മൂന്നാം പോരാട്ടം? അതെല്ലാ പ്രാവശ്യം ആത്മവിശ്വാസത്തോടെ വരാറ്. പക്ഷെ അവസാനം എന്താ സംഭവിക്കുക എന്നുള്ള നമുക്കറിയില്ല. ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് എന്താ വേണ്ടത്. എനിക്കെന്നും ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇവിടെ വരുന്ന സമയത്ത്. പിന്നെ പല ചതികളും ഇതൊക്കെ നടന്നു എൻ്റെ ഇടയിൽ. പിന്നെ ഞാൻ ഇനി എന്താ വേണ്ടതെന്നുള്ളൊരു ആലോചനയായിരുന്നു. പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കും, അതാണ് എൻ്റെ സ്വഭാവം. ഏറ്റവും സമാധാനത്തോടുകൂടി ഇലക്ഷൻ നടന്നൊരു സമയമാണ് എനിക്കിത്. കാരണം എൻ്റെ കൂടെ നിൽക്കുന്നവർ എന്താ പറയുക, കട്ടയ്ക്ക് കൂടെ നിൽക്കുക എന്ന് പറയില്ലേ, എനിക്ക് വേറെ ഒരു ടെൻഷനും ഇല്ല. ആരാണ് എതിരെന്ന് ഞാൻ ഒരിക്കലും നോക്കാറില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോകും. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്, ആരെയും ഞാൻ കുറച്ച് കാണണില്ല അതിൽ. അപ്പോൾ അവരവരുടെ രീതിക്ക് പോട്ടെ, ഞാൻ എൻ്റെ രീതിക്ക് മുന്നോട്ട് ഒരു വഴി കൂടെ പോകുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ ഒരു സ്നേഹം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസം തോന്നാറുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്. ഞാൻ എവിടെ ചെന്നിട്ടൊരു നെഗറ്റീവ് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ കുട്ടിക്കാലത്ത് കണ്ട തൃശ്ശൂർ തന്നെയാണ് എപ്പോഴും, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ എന്തെങ്കിലും എനിക്കൊന്ന് ചെയ്യാൻ പറ്റിയ, ഞാൻ ജനിച്ച നാടിനോട് എനിക്ക് ചെയ്യാനുള്ളൊരു കടമയുണ്ട്. സുരേഷ് ഗോപി കൊണ്ടുവരുന്നത് എനിക്കിവിടെ നടപ്പിലാക്കാൻ പറ്റും. കാരണം അവിടെ ഒരു എം.പിയും ഇവിടെ ഒരു എം.എൽ.എയും കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും അത് മുന്നോട്ട്. അല്ലെങ്കിൽ ഇവിടെ വേറെ ആളും അവിടെ വേറെ ആളാകുമ്പോൾ ഒരിക്കലും തൃശ്ശൂരിനൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരേ പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർ ജയിച്ചാലുള്ളൊരു ഗുണം ഡെവലപ്മെൻറ്റ് നടത്താൻ ഏറ്റവും എളുപ്പമാണ്. കോൺഗ്രസിന് അപ്പുറത്തുള്ള കുറച്ച് ആളുകൾ അവരുടെ വോട്ട് തീർച്ചയായും ലക്ഷ്യമിടുന്നുണ്ടാവും എന്ന് വെച്ചാൽ ഞാനങ്ങനെ പാർട്ടിയിൽ പോയി, പക്ഷെ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. ഒരു ദിവസം കൊണ്ടൊന്നും അവർക്ക് എന്നെ മറക്കാൻ പറ്റില്ല. എത്രയോ കൊല്ലങ്ങളായിട്ട് ഇതിൽ നിന്നിരുന്ന ആളാണ്. പലരെയും സഹായിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് പാർട്ടിയിൽ. അപ്പോൾ അവർക്കൊക്കെ മനസ്സിനൊരു ചെറിയ മനസ്സാക്ഷി കുത്തുണ്ടെങ്കിൽ ഉറപ്പായി അവരെനിക്ക് വോട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും വലിയ വിജയാശംസകൾ. സ്ഥാനാർത്ഥി വലിയ ആത്മവിശ്വാസത്തിലാണ്. തൃശ്ശൂരിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് നേടാനാകുമെന്നാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരടക്കമുള്ള ആളുകളുടെ വലിയ രീതിയിലുള്ള പിന്തുണ ഉണ്ടാകുമെന്നും പത്മജ വേണുഗോപാൽ പ്രതീക്ഷിക്കുന്നു. ഏതായാലും തീപാറുന്ന പോരാട്ടത്തിനാണ് തൃശ്ശൂർ കാത്തിരിക്കുന്നത്. സ്ഥാനാർത്ഥിയും അതിന് തയ്യാറായിട്ടുണ്ട്. ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.